CPI സംസ്ഥാന നേതൃത്വം പിളർപ്പിൻ്റെ വക്കിലേക്ക് തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പല ജില്ലാ കമ്മിറ്റികളും CPIഎമ്മിനെതിരെയുള്ള പ്രമേയം പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല CPIയെ വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കാൻ CPIഎം ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് എത്തിയതിനു ശേഷം CPIയെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത്. വാസ്തവത്തിൽ കാനം രാജേന്ദ്രനെ പോലെ ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്ന് പലരും ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഒന്ന് പരുങ്ങലിലായിരുന്നു. എന്നാൽ ഇപ്പോൾ CPIയിലെ മുതിർന്ന നേതാവായ KE ഇസ്മായിൽ അദ്ദേഹം ഒരു രീതിയിലും ഭയചകിതനല്ലാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ്. നിരവധിയായ ജില്ലാ കമ്മിറ്റികളിൽ വ്യത്യസ്ത സ്വരമുണ്ട് എന്നും അതുപോലെ തന്നെ റിബൽ വിഭാഗം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നും CPIയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് ഇസ്മായിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത് പാലക്കാടുള്ള CPI കമ്മിറ്റിയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ ഒരുപക്ഷെ CPI വിട്ട് ലീഗിലേക്ക് മാറിയാലോ അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് ചേർന്നാലോ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിരവധിയായ പാലക്കാടുള്ള CPI നേതാക്കൾ ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. മുഹമ്മദ് മൂസിൻ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്ത് എല്ലാ രീതിയിലും ഇപ്പോൾ തുല്യ പരിഗണനയല്ല ലഭിക്കുന്നത്. CPI എല്ലാ രീതിയിലും തഴയപ്പെടുകയാണ്. അത് ഒരിക്കലും മുന്നോട്ട് ഉള്ള ഒരു കുതിപ്പിന് സഹായകമാകില്ല. CPIയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് വെറുതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ രാജ്യത്ത് നീങ്ങുന്നത്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം പലപ്പോഴായി, അതിൽ പ്രത്യേകിച്ച് CPIയും BJPയെ സഹായിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. BJPയെ സഹായിക്കാൻ പല തരത്തിലാണ് കളികൾ കളിക്കുന്നത്. CPIഎം വോട്ടുകൾ മറിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് മുഹമ്മദ് മുഹ്സിൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുമ്പോൾ അത് ഗൗരവമേറിയ വിഷയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മുഹ്സിൻ്റെ പ്രസ്താവന അത് ഗൗരവമേറിയതാണെന്ന് കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന അവസ്ഥയിലേക്കാണ് ഇടതുപക്ഷത്ത് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ പ്രീതിപ്പെടുത്താൻ, ജോസ് കെ മാണിയെ പ്രീതിപ്പെടുത്താൻ വർഷങ്ങളായി കൂടെ നിന്ന CPIയെ ബലിയാടാക്കുന്ന ഒരു കാഴ്ച. CPIയുടെ സിറ്റിംഗ് സീറ്റുകൾ പലതും പിടിച്ചെടുക്കാൻ, അത് കേരള കോൺഗ്രസ് എമ്മിലേക്ക് നൽകാൻ ഇടതുപക്ഷത്തിനകത്ത് CPM പല കളികളും കളിച്ചിരുന്നു. ആ കളികളൊക്കെ നാണം കെട്ട കളിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് മുഹമ്മദ് മൂസിൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ പ്രശ്നമുണ്ടായാൽ CPIയിൽ പല നേതാക്കളും ഒരുപക്ഷെ ആലോചിച്ചെന്ന് വരില്ല എന്നുകൂടി മൂസിൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്.